നമസ്കാരം, ഞാൻ ദേവനന്ദ. ഡിവിഷൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. MUP സ്കൂൾ ഇരുമ്പിലത്തിൽ തിരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ പോരാട്ടത്തിന് ഇന്ന് അവസാനം കുറിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തെ ആര് നയിക്കുമെന്ന് ഇന്ന് പോളിംഗ് ബൂത്തിൽ കണ്ടറിയാം. പുതിയ അധ്യയന വർഷത്തിൽ നമ്മുടെ വിദ്യാലയത്തിലേക്ക് പുതുതായി വന്നെത്തിയ കുട്ടികൾ ഇന്ന് വോട്ടവകാശം രേഖപ്പെടുത്തുന്ന ദിനം കൂടിയാണ്. നമ്മുടെ പോളിംഗ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി വിവരങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം. എന്താണെന്ന് നമ്മുടെ സ്കൂളിലെ ഇലക്ഷനാണ്, എന്താണ് പറയാനുള്ളത്? ഇലക്ഷൻ നല്ല രീതിയിൽ പോകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ആര് ജയിക്കും നമുക്ക് കണ്ടറിയാം. നമ്മുടെ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തുടങ്ങിയപ്പോൾ തന്നെ അവിടെ നീണ്ട ഒരു ക്യൂ ആണ് കാണുന്നത്. 6A ക്ലാസ്സിലെ കുട്ടികളാണല്ലേ. നമുക്ക് ചോദിച്ചോക്കാം, ആര് ജയിക്കുന്നത് തോന്നുന്നു? അധികം പേരും പ്രാണ് എന്നാണ് പറയുന്നത്. ഇഷ ജയിക്കും, പ്രാണ് ജയിക്കും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞാനും ഒരു സ്ഥാനാർത്ഥിയാണ്. എൻ്റെ കൂടെ മത്സരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളും ഉണ്ട്. നമുക്ക് അവരോട് ചോദിച്ചറിയാം. പേരും ക്ലാസ്സും ചിഹ്നമൊക്കെ ഒന്ന് പറയാം. ഉദാ, ഞാൻ 7 ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ചിഹ്നം ബൂട്ട്. ജയിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? ഉറപ്പായിട്ടും. എൻ്റെ പേര് ഇഷ മെഹ്റി. ഞാൻ 6A ക്ലാസ്സിൽ പഠിക്കുന്ന. എൻ്റെ ചിഹ്നം മൊബൈൽ ഫോൺ. ജയപ്രതീക്ഷയിൽ തന്നെയാണോ? പ്രതീക്ഷയുണ്ട്. അവരോട് സപ്പോർട്ട് നൽകാം, ജയിക്കാം. എൻ്റെ പേര് അരുണിമ. ഞാൻ 7C ക്ലാസ്സിൽ പഠിക്കുന്നു. ചിഹ്നം എയ്റോപ്ലെയിൻ ആണ്. ജയിക്കുന്ന ആഗ്രഹമുണ്ട്, പ്രതീക്ഷയുണ്ട്. ഓക്കെ, അധിക പേരും വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ഇനി ഇലക്ഷന് ശേഷം അറിയാൻ ബാക്കി വിവരം. നമ്മുടെ കൂടെ ഇലക്ഷൻ സെക്ടർ ഓഫീസർ ആസാദ് സാർ കൂടെ ഉണ്ട്. നമുക്ക് ആസാദ് സാറിനോട് വിവരങ്ങൾ ചോദിക്കാം. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇലക്ഷൻ നടക്കുകയാണ്. 6 സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. ഇവരിൽ നിന്ന് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന നല്ല സ്കൂൾ ലീഡറെ എല്ലാവരും ജയിക്കില്ലല്ലോ. അപ്പോൾ നല്ലൊരു എല്ലാവരും വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന ദിവസം കൂടിയാണെന്ന്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നല്ലൊരു സ്കൂൾ ലീഡറായി വരട്ടെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഓക്കെ, ആസാദ് സാറ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കണം തന്നെ സ്കൂൾ ലീഡർ ആയിട്ട് വരട്ടെ എന്നാണ്. നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം. ആര് ജയിക്കാം? അതെ, ഇലക്ഷനിൽ ആര് ജയിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം. ഇലക്ഷന് ആര് ജയിക്കുന്നതുകൊണ്ട്? അപ്പോൾ അധിക പേരും പ്രാണ് ജയിക്കുന്ന തോന്നുന്നത് നമുക്ക് കണ്ടറിയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വോട്ടെണ്ണൽ കേന്ദ്രത്തിൻ്റെ മുമ്പിലാണ്. ഏതാനും നിമിഷങ്ങൾക്കകം വിജയെ തിരഞ്ഞെടുക്കുന്നതാണ്. വിജയിച്ചതിനെ പ്രഖ്യാപിക്കുകയാണ്. 154
നമ്മളെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ പ്രാണിനെ ലീഡറായി സെലക്ട് ചെയ്തിരുന്നു. പ്രാണിന് പനിയായതുകൊണ്ട് അവൻ വന്നിട്ടില്ല. അവൻ്റെ പിൻഗാമിയുണ്ട്. എനിക്ക് എന്തായാലും ഉറപ്പുണ്ടായിരുന്നു പ്രാണനെ ജയിക്കാന്ന്. പക്ഷേ അവൻ ഇന്ന് വന്നിട്ടില്ല. അവന് പനിയാണ് പറഞ്ഞു. അതേപോലെ സ്കൂളിലേക്ക് വന്നിരുന്നു. എന്നിട്ട് റിട്ടേൺ വോട്ട് ചെയ്തു അവൻ പോയി. എന്തായാലും പ്രാണെ ജയിക്കും ഞങ്ങൾക്ക് എല്ലാം ഉറപ്പായിരുന്നു. ആകെ ഒരു ബോയ്സ് ഉണ്ടായിരുന്നുള്ളൂ ഇലക്ഷന്. പ്രാണെ ജയിക്കുള്ള ഉറപ്പുണ്ടായിരുന്നു. പ്രാണ ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ആവേശകരമായ തിരഞ്ഞെടുപ്പ് അവസാനിച്ചു. സത്യപ്രതിജ്ഞ വേറൊരു ദിവസം നടത്തുന്നതാണ്. വാർത്തകൾ അവസാനിച്ചു.